ഹലോ. അങ്ങനെ നമ്മുടെ 27ാമത്തെ ദിവസം തുടങ്ങായിട്ടോ. എന്നും രാവിലെ എണീക്കുമ്പോൾ ഇപ്പോൾ എന്താ ഒരു പ്ലാനിങ്ങും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. എനിക്കിങ്ങനെ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാനുണ്ട്, എങ്ങടെയെങ്കിലുമൊക്കെ പോകാനുണ്ട് എന്നുള്ളൊരു തോന്നൽ വേണം കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. എന്നും രാവിലെ എണീക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യും കേട്ടോ. പക്ഷേ എണീക്കാനായിട്ട് എന്നും ലേറ്റ് ആവണതുകൊണ്ട് ആ പ്ലാനിങ് ഞങ്ങളങ്ങോട്ട് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇന്ന് എന്തായാലും ഇത്തിരി ലേറ്റ് ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ എണ്ണയൊക്കെ തേച്ച് കുളിക്കുകയാണ് കേട്ടോ. ഒരു 2-3 ദിവസമായിട്ട് എണ്ണ തേക്കലും കുളിക്കലൊന്നുമില്ല. നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ വിചാരിക്കും നാട്ടിലെ വെള്ളമൊക്കെ നല്ല അടിപൊളി വെള്ളമൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഡെയിലി എണ്ണ തേക്കണം, കുളിക്കണം, അങ്ങനെയുള്ള ഈ സെൽഫ് കെയർ പരിപാടികളൊക്കെ കുറച്ചുകൂടി ഒന്ന് നന്നാക്കണം, ബെറ്റർ ആക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വന്നാലാണ് കൂടുതലും മടി കേട്ടോ. പിന്നെ ഇപ്പോൾ കയ്യിലിരിക്കുന്നത് മട്ടൻ മരുന്ന് വെച്ചതാണ് കേട്ടോ. നമ്മൾ ഈ പ്രഗ്നൻസി ഡെലിവറി ഒക്കെ കഴിഞ്ഞ സ്ത്രീകളൊക്കെ കഴിക്കില്ലേ, അതേ സാധനം തന്നെയാണ്. കുറച്ച് നാളായിട്ട് എനിക്ക് ഈ ബാക്ക് പെയിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ വീണ്ടും വീണ്ടും വന്നു തുടങ്ങുന്നുണ്ട്. എന്തായാലും 1-2 അബോർഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണല്ലോ, അതിൻ്റെ ആയിരിക്കാം. എൻ്റെ മുഖം കണ്ടാൽ അറിയാം എനിക്കത് അത്ര വലിയ താല്പര്യത്തോട് കൂടിയിട്ടല്ല കേട്ടോ ഞാൻ കഴിക്കുന്നത്. ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ കഴിച്ച് തുടങ്ങിയതാണ് കേട്ടോ. ഇതിനൊരു അവസാനം ഇല്ലേന്ന് ഞാൻ അച്ഛനോട് ചോദിക്കാറുണ്ട്. വേദന പറഞ്ഞതുകൊണ്ട് ഡെയിലി ഇതിങ്ങനെ ഉണ്ടാക്കി തരികയാണ്. ഞാൻ കഴിച്ചത്ര പോലെ മരുന്ന് ആരും കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അത്രയ്ക്കും മരുന്നാണ് ഇവിടെ ഉണ്ടാക്കി തരണത്. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ട് ഇരിക്കുന്ന സമയത്താണ് അച്ഛൻ പറയണത്, എന്തായാലും പിള്ളേരൊക്കെ ബോറടിച്ചിരിക്കല്ലേ, നമുക്ക് ഒന്ന് തൃശ്ശൂർ വരെ പോവാം, തൃശ്ശൂർ പാർക്കിലൊക്കെ ഒന്ന് പോയിട്ട് വരാം എന്നൊക്കെ പറയണത്. എങ്ങോട്ടേലും പോവാമെന്ന് പറയുന്നത് കാത്തിരിക്കുകയാണ് കേട്ടോ ചുണ്ടും പൊട്ടൊക്കെ. അപ്പോഴേക്കും റെഡി ആയിട്ട് കാറിലിരിപ്പായി. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്കാണ് ഞങ്ങൾക്ക് ഇന്ന് ബോണത്താലെയാണെന്ന് ഓർമ്മ വന്നത് കേട്ടോ. നല്ല തിരക്കായിരിക്കും, അതുപോലെ നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ പോണ സമയത്ത് അത്ര കണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങളൊരു 4 മണി 4:30 ആയപ്പം അവിടെ എത്തിയായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ എത്തണ സമയത്തൊന്നും അത്ര തിരക്കോ കാര്യങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ ഒരുവിധം എല്ലാവരും റെഡ് ഡ്രസ്സിലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി പിള്ളേർക്കും റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കായിരുന്നു, വെറുതെ വാങ്ങി വെച്ചിരിക്കല്ലേ. പിന്നെ അവിടെ പോയി പാർക്കിൽ പോയി കുറേ നേരം പിള്ളേരനൊക്കെ ഫ്രീ ആയിട്ട് കളിക്കാനായിട്ട് വിട്ടു. ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ ക്ലൈമറ്റ് ആണെങ്കിലും അത്ര ചൂടുള്ളൊരു ക്ലൈമറ്റ് ഒന്നും അല്ലായിരുന്നു, വെയിലൊന്നും ഇല്ലാതെ സുഖമായിട്ട് കുട്ടികൾക്കൊക്കെ കളിക്കാം. ഞങ്ങൾ പിന്നെ അവിടെ പോയി അവരുടെ കൂടെ കളിക്കാനായിട്ട് പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കപ്പലണ്ടിയൊക്കെ വാങ്ങി കഴിക്കുകയാണ് കേട്ടോ. അച്ഛൻ എവിടെ പോയാലും കപ്പലണ്ടി ഫാനാണ് അച്ഛൻ. കപ്പലണ്ടി വാങ്ങി നമുക്കും തരും, ആളും കഴിക്കും. അങ്ങനെ കഴിച്ച് കുറേ നേരം ഇരിക്കുമ്പോഴാണ് അനൗൺസ്മെൻ്റൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു, ഈ ബോണത്തലയുടെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ വിചാരിച്ചു ഇപ്പോൾ തുടങ്ങും, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഒരുപാട് ക്രിസ്മസ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ തിരക്കുള്ള ദിവസങ്ങളിലൊന്നും തൃശ്ശൂർ ടൗണിലൊന്നും അങ്ങനെ പോയിട്ടില്ല, ഞങ്ങൾ ആരും പോയിട്ടില്ല കേട്ടോ. എനിക്കിങ്ങനെ തൃശ്ശൂർ പൂരം, അതുപോലെ മെയിനായിട്ട് ഉള്ള പുലിക്കളി, ഇങ്ങനെ ബോണത്തല, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. ഈ തിരക്കായിരിക്കും, ചൂടായിരിക്കും, വെയിലായിരിക്കും, മഴയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു നമ്മളെന്നല്ല നമ്മുടെ അടുത്തുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പുറകോട്ട് നിൽക്കുക നമ്മൾ തൊട്ട് അടുത്തുള്ള ആളുകളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾ പോകാറില്ല. പക്ഷേ ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ അവിടെ പെട്ടതുകൊണ്ട് ഈ ഒരു പരിപാടി കാണാനായിട്ട് പറ്റി. ഒരു 5 മണി തൊട്ടിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് വന്നത് 7 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അതിനു മുമ്പ് കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 18,000-ഓളം ഡാൻസിങ് പാപ്പമാരെ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ടി വിയിലും ന്യൂസിലും പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണാൻ പറ്റിയില്ല. നല്ല സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ നിന്ന് വയ്യാതായി. കുട്ടികൾക്കും അതെ, ബോറടിച്ച് തുടങ്ങി. എന്താ വരാത്തേന്ന് ചോദിച്ചിട്ട് എന്നെ ചീത്ത പറയായിരുന്നു കേട്ടോ പട്ടുമൊക്കെ. പിന്നെ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ വന്നു. പിന്നെ അടിപൊളിയായിരുന്നു കാണാനൊക്കെ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ കാണണം, എപ്പോഴും കണ്ടില്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ കാണണം എന്ന ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് ഞാൻ.
അവിടെ നിന്ന നേരം കൊണ്ട് കുറേ ഐസ്ക്രീമും അതുപോലെ കുറേ ജ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കഴിക്കാൻ പറ്റിയുള്ളൂ. പിന്നെ പുറത്തോട്ട് വണ്ടി എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പെട്ടില്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ കാണാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പാർക്കിൽ നിന്ന് എല്ലാവരെയും ഒഴിപ്പിക്കണത്. അങ്ങനെ പുറത്തിറങ്ങി നമുക്കിഷ്ടപ്പെട്ട ഉപ്പിലിട്ട മാങ്ങയും ഉപ്പിലിട്ട പൈനാപ്പിളും അതൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പുറത്തോട്ട് കിടക്കാൻ പറ്റുമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഭാഗ്യത്തിന് എങ്ങനെയൊക്കെയോ വണ്ടി പുറത്തോട്ട്, അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ടൗണിൽ നിന്ന് പുറത്തേക്കൊക്കെ എടുത്തിട്ട് നമ്മളൊരു ഹോട്ടലിൽ വന്നിട്ടോ. ഈ ഹോട്ടലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ കിട്ടും കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തത് പാൽപ്പൊറോട്ടയാണ്. പാൽപ്പൊറോട്ട ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പാൽപ്പൊറോട്ട അതുപോലെ 1-2 ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങളൊരു 10 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തി. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ വീട്ടിലെത്തിയതും. ഒരു 10-11 വർഷമായി ബോണത്താൽ നമ്മുടെ തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്തിട്ടും ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമുക്കത് കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു, അമ്മയ്ക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരി, എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.